അച്ചോ, ഞാൻ എൻ്റെ വീട്ടിൽ രണ്ടുപേരെ ഒളിപ്പിച്ചിട്ടുണ്ട്. ഞെട്ടണ്ട അച്ചോ, ഇവര് കള്ളന്മാരും കൊലപാതകളൊന്നുമല്ല, ഒരാണും പെണ്ണുമാണ്. വെറും കാമുകന്മാർ. ഇനി നീ ഒന്നും പറയണ്ട, എനിക്കെല്ലാം മനസ്സിലായി. കൊലച്ചതിയാണല്ലോടാ ജോയി നീ ചെയ്തത്. കടുവാക്കുന്ന കുഞ്ഞൂട്ടി മക്കളിവിടെ വന്നിരുന്നു, ഭ്രാന്ത് പിടിച്ച് നടക്കുക അവര്. നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? എനിക്ക് പേടിയാവുന്നല്ലോ കർത്താവേ. അതിന് അച്ഛനെന്തിനാ പേടിക്കുന്നു? ഇനി എങ്ങനെ അവർ ഈ വഴി വന്നാൽ അറിയാൻ മേലെന്ന് ഞാൻ എങ്ങനെയാടാ പറയുന്നത്? ഒന്നുമില്ല, ഞാനൊരു അച്ഛനല്ലയോ? കുമ്പസാര രഹസ്യം പുറത്തു പറയുന്നത് പാപകർമ്മവും കർത്താവിന് നിരക്കാത്ത കാര്യമാണ് കേട്ടോ. പീലാത്തോസ് കർത്താവിനോട് ചെയ്തതിലും വലിയ ചെയ്താണല്ലോ ജോയി നീ എന്നോട് ചെയ്തത്. ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ പിതാവേ? നീ തന്നെ പറ. ശരി, അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നാൽ വിളിക്കാം. താങ്ക് യു സർ. ഓക്കെ. പൗലോസ് പറഞ്ഞ അടയാളം വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെ. മാത്തച്ഛനപ്പി വാക്ക് വായിച്ചെന്നാ തോന്നുന്നേ. വണ്ടി ഇടറാ. ചെറിയാൻ വർഗീസ് എന്നല്ലയോ നമ്മുടെ പേര്? അതെ, എനിക്ക് മനസ്സിലായില്ല. മനസ്സിലാക്കി തരാനാ വന്നത്. ഞാൻ കരിമണ്ണൂർ കടുവാക്കുന്നിൽ കുഞ്ഞുട്ടി. ഇതെന്റെ മൂത്ത മക്കള് സോണിക്കുട്ടിയും സിബിക്കുട്ടിയും. ഞങ്ങളുടെ ഇളയ ചെറുക്കൻ സാംകുട്ടിയെ നിങ്ങൾ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് അറിഞ്ഞാ കൊള്ളാം. പോലീസിനെ വിട്ട് അപമാനിച്ച പോരാഞ്ഞ പിന്നെ എന്തിനാ ഞങ്ങളെ ദ്രോഹിക്കുന്നേ? മേരി പ്ലീസ്, ഞാൻ സംസാരിച്ചോളാം ഇവരോട്. നിങ്ങളുടെ മകന്റെ യാതൊരു വിവരവും ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ ഒരേ ഒരു മോള ആനി. അവളെവിടെയുണ്ടെന്ന് പോലും ഒരറിവുമില്ല. ഫോണിൽ വിളിച്ചിട്ട് അവളത് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുക. എടോ ചെറിയാൻ വർഗീസേ, തന്റെ നാടകവും നിന്റെ അടുത്ത് വിലപ്പോകത്തില്ല. കളിയാക്കുവാന്നോ നിങ്ങള്? പള്ളി മുതലേക്ക് ഒരുത്ത നല്ല എ ക്ലാസ് കുടുംബമാണ് ഞങ്ങളുടേത്. 150 ഏക്കർ റബ്ബറും ചെറുക്കനെയും കൂടെ ഓസിന് അടിച്ചെടുക്കാനാ പ്ലാനെങ്കിൽ അത് നടക്കത്തില്ല. ഈ കുഞ്ഞുട്ടി അതിന് സമ്മതിക്കുകയല്ല. ഞാനൊരു അച്ഛനാണെന്ന് താങ്കൾ മറക്കരുത് സഹോദര. ഞങ്ങൾക്ക് വേണ്ട നിങ്ങളുടെ പണവും 150 ഏക്കറും ഒന്നും. എന്റെ മോക്ക് ജീവിക്കാനുള്ളതൊക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 10-40 വർഷത്തെ അധ്വാനം കൊണ്ട്. അത് തന്നെ അവൾക്ക് അധികമാണ്. പണം മാത്രം പോരടോ, പാരമ്പര്യം വേണം. പാരമ്പര്യം. ഈ കുടുംബമഹിമ തറവാടിത്തം എന്നൊക്കെ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ മാർക്കം കൂടിയവർക്ക് എങ്ങനെ അറിയാനാ? മിസ്റ്റർ കുഞ്ഞുട്ടി, ഇത് എന്റെ വീടാ. ഈ പടിക്കൽ വന്നതെന്ന് ഇങ്ങനെ അനാവശ്യം സംസാരിക്കരുത്. ഞാനൊന്ന് ഉച്ചത്തിൽ വിളിച്ചാലും വരും നാട്ടുകാര് കുറച്ചുപേരൊക്കെ. എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ നിങ്ങളങ്ങ് ചെയ്തോ. അതിന്റെ വരും വരായികളൊക്കെ ഞങ്ങൾ സഹിച്ചോളാം. വരേടാ. അതെ, ഞങ്ങളെ ചെറുക്കൻ എവിടെ കൊണ്ട് ഒളിപ്പിച്ചാലും കണ്ടുപിടിക്കും ഞങ്ങള്. അതിന്റെ വില എല്ലാരും കൂടെ അനുഭവിക്കേണ്ടി വരും. അതോർത്തോ. ഇനി അവാന്തിക്കണ്ട. വിളിയണ വെക്കനെ. കാമുകന്മാർ അത്താഴം വല്ലതും കഴിച്ചായിരുന്നു ആൻസി? അവരെപ്പോഴേ കഴിച്ചു. അവരിപ്പോ ഉറങ്ങിക്കാണും. അതാരും ഈ നേരത്ത് ബൈക്കിൽ? ഞാൻ പോയി നോക്കിച്ചേരാം. ആരാന്നറിയാതെ വരാന്തയിലോട്ടൊന്നും ഇറങ്ങാൻ പോണ്ട ചോദിച്ചു. ആരാ? ഞാനാ ചോദിച്ചേട്ടാ, ജോസാ. നീയായിരുന്നു. മനുഷ്യനെ പേടിപ്പിച്ചിരുന്നല്ലോ. നീ എന്നതാ ജോസ ഈ നേരത്ത്? ആ കൊളപ്പുറം വക്കനും കൂട്ടി ഈ വഴിക്കും കണ്ട് പോന്നിട്ടുണ്ടോന്നൊരു സംശയമുണ്ട്. ജോയിച്ചേട്ടനൊന്ന് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ് സണ്ണിച്ചാൻ. ആ ഡില്ലിക്കാരെ നല്ലപോലെ ഒളിപ്പിക്കുക ബുദ്ധി. എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടേച്ച് സർക്കിൾ ബാലസാറിന്റെ വീട്ടിലോട്ട് പോയേക്കാ സണ്ണിച്ചാൻ. എന്നോട് ഇവിടെ വന്ന് കൂട്ടുകിടക്കാൻ പറഞ്ഞു. നീ ഇരിക്കും. ഓ, നീ ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. ജോസ് പറഞ്ഞത് കേട്ടല്ലോ. നമ്മളിനി എന്നാ ഇവിടെ ആൻസി? ഇത്ര ധൈര്യം ഇല്ലാത്തവൻ പിന്നെ എന്നാത്തിനാ ഈ വയ്യാവേലിക്ക് പോയത്? കൊളപ്പുറം വക്കൻ എന്നാ ഇവിടെ വന്ന് എല്ലാരെയും അങ്ങ് കൊന്നു തിന്നോ? ഇതെന്നെ വെള്ളരിക്കാ പറ്റണോ? നമ്മളിവിടെ ജീവിക്കുന്നവരില്ലയോ? നീ തന്നെയാന്നോടി ആൻസി ഇത്? കുറച്ചു മുമ്പ് എന്നോട് പുറത്തോട്ട് ഇറങ്ങരുതെന്ന് പറഞ്ഞും വെച്ച് ഇപ്പൊ എന്നതാ ഒരു ധൈര്യം? നീ ചോദിച്ചതൊക്കെ ശരി തന്നെയാ. പക്ഷെ ആ ചാവടി കിടക്കുന്ന അതുങ്ങളെ വക്കം പിടിച്ചോണ്ട് പോയാൽ തീർന്നില്ലയോ നമ്മുടെ അഭിമാനം? ആ ചെറുക്കനുടെ നല്ല തല്ലും കിട്ടും, ആ പെണ്ണിന്റെ കാര്യം അതിലും കിട്ടും. പിന്നെ സണ്ണിയോട് ഞാൻ എന്നാ പറയും? അവന്റെ ഒത്തിരിക്കാലത്തെ മോഹമില്ലയോ പബ്ലിക് പ്രോസിക്യൂട്ടർ ഉദ്യോഗം? അതുകൊണ്ട് നമ്മൾ ഈ കാര്യത്തിൽ എന്നായെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. തൽക്കാലം നമുക്ക് അവരെ ആ തേങ്ങാക്കൂടിന്റെ തട്ടയിലോട്ട് കയറ്റിയാലോ? മിനിഞ്ഞാന്ന് തേങ്ങയെല്ലാം ഇറക്കി തട്ടടിച്ചു വാരി വൃത്തിയാക്കി ഇട്ടിരിക്കുമല്ലയോ? അതിനെ കോവണി അഴിച്ച് വെളിയിലിട്ടിരിക്കുമല്ലോ ആൻസി. അതൊന്നും സാരമില്ല. ഒരു മേശയുടെ പുറത്ത് സ്റ്റൂൾ വെച്ച് അങ്ങോട്ട് കയറ്റി വിട്ടാൽ മതി. നിങ്ങൾ പോയി പെണ്ണിനെയും ചെറുക്കനെയും വിളിക്കും. അപ്പോഴത്തേക്ക് ഞാനും ജോസും കൂടെ തേങ്ങാപ്പുരയുടെ താഴോട്ട് എന്ന് ഒരു മേശ പിടിച്ചിരട്ടെ. വാ.
ആ, ആ, ആ. സാങ്കുട്ടി സാങ്കുട്ടി എഴുന്നേറ്റേ. നീ വന്നേ. എന്താ ചോദിച്ചേട്ടാ? സാങ്കുട്ടിയുടെ അപ്പൻ കുളപ്പുറം വക്കനെ വേറെ 1-2 കേടുകളെയും കൂടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നാ കേൾക്കുന്നത്. സാങ്കുട്ടിയെ പിടിച്ചോണ്ട് പോവാൻ നിങ്ങളെ നല്ലതുപോലെ ഒന്ന് ഒളിപ്പിക്കണമെന്ന് ആ സണ്ണി വക്കീൽ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം ഒളിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം തേങ്ങാക്കൂട്ടിനെ തട്ട. തലമുട്ടാതെ നോക്കണമെന്നേ ഉള്ളൂ. കുറച്ചു നേരം മതിയല്ലോ. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി പോരുകയും ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു കാര്യമുണ്ട്. പായും തലണയും കൂടെ തരാം. വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ കിടന്ന് ഉറങ്ങുകയും ചെയ്യാം. എന്നാ? സ്വർഗസ്ഥനായ പിതാവേ, ഈ പാനപാത്രത്തിന്റെ കാര്യത്തിൽ നീ എനിക്കൊരു വെളിച്ചം തരണമേ. പ്രൈസ് ദ ലോർഡ്. ഓലൻ നല്ല ആട്ടിൻകുട്ടി പോലൊരു പെണ്ണിനെയാണ് നീ പാനപാത്രം എന്ന് വിളിച്ചത്. തോടിക്കൊരു തൊട്ടിയാൻ വെച്ചൊരു ഇക്കണക്കിന് നീ ആ പാനപാത്രം കുറെ ഉപയോഗിക്കും. അങ്ങനെയൊന്നും പറയല്ലേ ജോയിച്ചേട്ടാ. എന്റെ വാക്കുകളെ ചേട്ടൻ തെറ്റിദ്ധരിച്ചതാണ്. ഒന്നാം കട്ട. അന്നേരടാ സാങ്കുട്ടിയെ നീ പറയുന്നത് അപ്പൻ്റെയും ചേട്ടന്മാരെയും കൈ പെട്ടുപോയാ നീ ആനിയെ ഉപേക്ഷിക്കുന്നാണോ? ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് ഒരു വാക്ക് മാത്രമാണ് ചേട്ടാ. നമ്മളുണ്ടാക്കിയ ഒരു വാക്ക്. ഞാൻ എൻ്റെ അപ്പനും ചേട്ടന്മാർക്കും കീഴടങ്ങേണ്ടി വന്നാൽ അത് ദൈവനിശ്ചയമാണ്. ആരും ആരെയും ഉപേക്ഷിക്കുന്നില്ല. എല്ലാം ദൈവം ചെയ്യുന്നു. എന്നാ പിന്നെ ദൈവം എന്നതെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നീ ആനി എണീപ്പിക്ക്. നമുക്ക് ആ തേങ്ങ കൂട്ടിനോട്ട് പോവാം. ആ അനി അനി തമ്പുരാനെ, പാപചിന്തകളിൽ നീ എന്നെ നിവർത്തിക്കണമേ. ഇപ്പൊ ഇങ്ങോട്ട് കയറി വരല്ലേ കർത്താവേ. അതെ, ലേറ്റ് വേണ്ട, പ്രശ്നമുണ്ട്. ആനി, ജോയിച്ചേട്ടൻ പറയുന്നത് എന്റെ അപ്പൻ നമ്മളെ പിടിക്കാൻ ഗുണ്ടകളെ വിട്ടിട്ടുണ്ടെന്നാ. നമുക്ക് ഇവിടുത്തെ തേങ്ങാക്കൂട്ടിലോട്ട് കയറി ഒളിച്ചിരിക്കാം. Praise the Lord. If I let you go, I will never know what my life would be holding close to me. Now again we are doing the real adventurous things. Praise the Lord. എന്നതാടാ സാങ്കുട്ടി വിളി പറയുന്നത്? ചേട്ടാ, നമ്മൾ യഥാർത്ഥമായ സാഹസിക പ്രവർത്തികൾ ചെയ്യുകയാണല്ലോ എന്ന് പറഞ്ഞ് ആനി ദൈവത്തെ സ്തുതിക്കുകയാണ് ചേട്ടാ. Praise the Lord. The pleasure of this unique experience is something like the pleasure we experience from the movies, and I have no words to explain it. Thank God. സിനിമയിൽ കണ്ടിട്ടുള്ളത് പോലെ ആനന്ദകരമാണ് ഈ അനുഭവം. അതിനെ വിവരിക്കാൻ വാക്കുകളില്ല. ദൈവത്തിന് നന്ദി എന്നാണ് ചേട്ടാ ആനി പറയുന്നത്. ഓഹോ. Thanks to Joey uncle also for giving us a chance to experience this heavenly pleasure. ഈ സ്വർഗീയ ആനന്ദം അനുഭവിക്കാൻ ഞങ്ങൾക്കൊരു അവസരം ഉണ്ടാക്കി തരുന്നതിന് അവൾ ചേട്ടനും നന്ദി പറയുന്നു. No mention, no mention. Day after day, time pass away, and I can't get you out of my mind. ആദ്യം സാങ്കുട്ടി കയറും. Wow. ആനി കയറുമ്പോ പിടിച്ചോണ്ടേ സാങ്കുട്ടി. ശരി ചേട്ടാ. ഇനി ആനി കയറും. Help me, Samkuti. Come up, Annie. Come on, Annie. Try. Come up. Grab my hand. Try. ഒന്ന് സഹായിക്കോ ചേട്ടാ? Please, uncle. Pull. കൈ പിടിച്ചു. ആൻസി ഇപ്പൊ ഇങ്ങോട്ട് വരല്ലേ? Sorry, Cheta. ചേട്ടനോ? അപ്പൊ അങ്കിളും? No problem. No total problem. ഞാനോ ആൻസോ വിളിക്കാതെ രണ്ടുപേരും അവിടെ നിന്ന് അനങ്ങരുത്. No, Cheta.